നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ CPM ഗുണ്ടകൾ ആക്രമിച്ചിട്ട് ഒരാഴ്ച തികയുകയാണ്. ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തി 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുപോലും CPM പ്രവർത്തകർ അവിടേക്ക് എത്തിയിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് ആ സമയത്ത് അവിടേക്ക് എത്തിയത്. സ്വാഭാവികമായും അന്ന് ഉയർന്നിരുന്ന ഒരു സംശയം, എങ്ങനെയാണ് ഇത്രയധികം പ്രവർത്തകർ ഈ ഒരു ED റെയ്ഡിൻ്റെ പേരിൽ പല ഭാഗങ്ങളിൽ നിന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളതായിരുന്നു. അന്ന് തന്നെ ഉയർന്നുകേട്ട ഒരു പേര് ആര്യ രാജേന്ദ്രൻ്റേതായിരുന്നു. ആര്യ രാജേന്ദ്രൻ്റെയും AR റഹീമിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് പല ബ്രാഞ്ചുകളിൽ നിന്നും പ്രവർത്തകരൊക്കെ എത്രയും വേഗം തന്നെ കിട്ടിയ വണ്ടികളിലൊക്കെ തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഇവരാണ് നിർദ്ദേശിച്ചത്. എത്രയും വേഗം കഴിയുന്നത്ര പ്രവർത്തകർ തിരുവനന്തപുരത്ത് എത്തിച്ചേരണമെന്ന് അറിയിച്ചത് ഇവരാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ആര്യ രാജേന്ദ്രനെ നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കത്തി നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ആര്യ രാജേന്ദ്രൻ്റേത്. ആര്യ രാജേന്ദ്രൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ ശ്രമഫലമായാണ് 45 കൊല്ലത്തോളം കൈയടക്കി വെച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം CPM BJPക്ക് വിട്ടു നൽകിയത്, BJP അത് പിടിച്ചെടുത്തത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചെടുത്തതിന് ശേഷം ആര്യ രാജേന്ദ്രനെ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അത്രയധികം പഥ്യമില്ലായിരുന്നു. ഒരു പാർട്ടി പരിപാടികളിലും അവരെ കണ്ടിട്ടില്ലായിരുന്നു. ജില്ലാ കമ്മിറ്റികളിൽ പോലും അവർക്ക് വളരെയധികം രൂക്ഷമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രചരണ രംഗത്ത് ഒരിടത്തും ആര്യ രാജേന്ദ്രനെ കണ്ടില്ല. അവരുടെ ഭർത്താവും ബാലുശ്ശേരിയിലെ സിറ്റിംഗ് MLA സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ തന്നെ മത്സരിച്ചിട്ട് പോലും അവിടെ ഒരു ദിവസം പോലും ആര്യ രാജേന്ദ്രൻ പ്രചാരണത്തിലെത്തിയില്ല. പിന്നീട് നമ്മൾ ആര്യ രാജേന്ദ്രനെ കാണുന്നത് തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി ശിവൻകുട്ടിയുടെ പ്രചരണാർത്ഥം പൂജപ്പുര സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ ആര്യ രാജേന്ദ്രൻ ഒരു കാണിയെ പോലെ വന്ന് റോഡരികിൽ സ്വന്തം കുഞ്ഞിനെയും വെച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അന്ന് അത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. പലരും പരിഹസിച്ചു. പിന്നീട് ശിവൻകുട്ടിയുടെ പര്യടന വാഹനത്തിൽ ആര്യ കയറിപ്പോകുന്ന ദൃശ്യങ്ങളും കണ്ടു. അതിനെയും വലിയ ട്രോളൊക്കെയായി ട്രോളന്മാർ ആഘോഷിച്ചു. പിന്നീട് ശിവൻകുട്ടി തന്നെ പറഞ്ഞു, അത്തരത്തിൽ ആര്യയെ ക്ഷണിച്ചിട്ടൊന്നുമല്ല ആര്യ രാജേന്ദ്രൻ അതിലേക്ക് വന്നത് എന്നൊക്കെയുള്ള വാദങ്ങൾ ശിവൻകുട്ടി നിരത്തി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആര്യ രാജേന്ദ്രൻ അതോടുകൂടി ഒരു വെറുക്കപ്പെട്ട വ്യക്തിത്വമായി മാറിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഏത് വിഷയത്തിൽ ഇടപെട്ട് ഒന്ന് തിരിച്ചു വരാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ആര്യ രാജേന്ദ്രൻ അറിയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി അവിടേക്ക് കുതിച്ചെത്തിയ ആര്യ രാജേന്ദ്രൻ കീഴ്ഘടകങ്ങളിലേക്ക് വിളിച്ച്, ബ്രാഞ്ചുകളിലേക്കും മറ്റും വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അണികളെയും കൂട്ടി കഴിവതും ആൾക്കാർ ഈ റെയ്ഡ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു അത്രേ. AR റഹീമും പ്രാദേശിക നേതാക്കളെയൊക്കെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കഴിയുന്നത്ര അണികളെയും കൂട്ടി പ്രവർത്തകരൊക്കെ അവിടേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ അക്രമ സംഭവത്തെ ED കടുപ്പിച്ചതോടെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. ഈ പല നേതാക്കളുടെ പേരുകളും ഉയർന്നു വന്നിട്ടും ആര്യ രാജേന്ദ്രൻ്റെ പേര് ഈ മാധ്യമങ്ങളിലൊന്നും കണ്ടിരുന്നില്ല. അവരൊക്കെ അവിടെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആര്യ രാജേന്ദ്രൻ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതും മുദ്രാവാക്യം വിളിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മാധ്യമങ്ങളിൽ ഒരിടത്തും ആര്യ രാജേന്ദ്രൻ്റെ പേര് പറഞ്ഞു കേട്ടില്ല. പകരം പറഞ്ഞു കേട്ടത് ജോൺ ബ്രിട്ടാസും ജോയിയും കടകംപള്ളിയും റഹീമും ഗോവിന്ദനും അടക്കമുള്ളവരുടെ പേരുകളാണ്. പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ പേര് ഒരിടത്തും പരാമർശിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ED ഈ കാര്യങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്. നേതാക്കൾക്കെതിരെയും അന്വേഷണം വേണം, അവർക്കെതിരെയും നടപടി വേണം എന്ന ശക്തമായ നിലപാടിലാണ് ED. അതുകൊണ്ട് തന്നെ അവർ തിരുവനന്തപുരം കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഈ കേസ് കോടതിയിലെത്തുമ്പോൾ കക്ഷി ചേരാനാണ് EDയുടെ തീരുമാനം. അങ്ങനെ വരുമ്പോൾ ആര്യ രാജേന്ദ്രൻ്റെയും AR റഹീമിൻ്റെയും ഒക്കെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് പരിശോധിക്കാൻ ഉള്ള ഒരു നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇപ്പോൾ പലരും പറയുന്ന, പാർട്ടിയുമായി ബന്ധപ്പെട്ട പലരും പറയുന്നത് ഇത്തരത്തിൽ ആര്യ രാജേന്ദ്രനും റഹീമും ഒക്കെയാണ് ഞങ്ങളെയൊക്കെ വിളിച്ച് ഈ ബ്രാഞ്ച് തലങ്ങളിലേക്ക് അറിയിച്ച് എത്രയും വേഗം അണികളെയും കൂട്ടി നേതാക്കൾ എത്തണമെന്ന് അറിയിച്ചത് എന്നാണ് പലരും പറയുന്നത്. അവിടെ അത് തീർത്തും വിശ്വാസയോഗ്യമാണ്. കാരണം ഇത്തരത്തിൽ പ്രാദേശിക തലങ്ങളിലുള്ള നേതാക്കളുമായിട്ടൊക്കെ ബന്ധമുള്ളത് ആര്യ രാജേന്ദ്രനും AR റഹീമിനും ഒക്കെയാണ്. ഗോവിന്ദനൊക്കെ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്ക് ഇടപെടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നും കാര്യങ്ങൾ കുഴഞ്ഞു മറിയുമെന്നും ഒന്നും ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ആര്യ രാജേന്ദ്രന്
അധികാരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടിക്ക് പോലും വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് ആര്യ രാജേന്ദ്രൻ എത്തിയിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പാർട്ടിയിലേക്ക് കടന്നു കയറാം എന്നുള്ളൊരു ചിന്തയോടുകൂടി വന്ന് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും അവിടെ ആളെ കൂട്ടാനും ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ആര്യ രാജേന്ദ്രനും എ റഹീമും തൂങ്ങാൻ പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം കടുപ്പിക്കുകയും ഇവരുടെയൊക്കെ ഫോണുകൾ, പ്രതികളുടേത് ഉൾപ്പെടെയുള്ള ഫോണുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നതോടെ ആരൊക്കെയാണ് അവരെ വിളിച്ചതെന്നും ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് അവരിവിടെ എത്തിയത് എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ വെളിവാകും. അത് ആര്യ രാജേന്ദ്രനും റഹീമിനും ഒക്കെ കുരുക്കാവുകയും ചെയ്യും.